അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരുത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും എത്ര മഹനീയമാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും എത്ര മഹനീയമാകുന്നു. ആകാശത്തിന് മീതെ അങ്ങയുടെ മഹത്വം അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നു. പ്രതികാരം ചെയ്യുന്ന ശത്രുക്കൾ നിശബ്ദരാകേണ്ടതിന് യുവാക്കളുടെയും ബാലകരുടെയും അധരങ്ങളിൽ അങ്ങ് സ്തുതിയൊരുക്കി. അങ്ങയുടെ കരുവരുതായ ആകാശവും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളും അവർ ദർശിച്ചു. അങ്ങ് മനുഷ്യനെ ഓർമ്മിക്കാൻ അവൻ ആരാണ്? അവനെ സന്ദർശിക്കാൻ അവൻ എന്ത് മേന്മയുണ്ട്? അങ്ങ് അവനെ മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും അവനെ അണിയിച്ചു. അങ്ങയുടെ കരവേലയുടെ മേൽ അവൻ ആധിപത്യം നൽകി എല്ലാം അവന്റെ പാദത്തിന് കീഴിലാക്കി. ആടമാടുകളെയും വന്യമൃഗങ്ങളെയും ആകാശപറവകളെയും ആഴിയിലെ മത്സ്യങ്ങളെയും അവനെ കീഴ്പ്പെടുത്തി. ഞങ്ങളുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും എത്ര മഹനീയമാകുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെല്ലാം വിവരിക്കും. ഞാൻ അങ്ങിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നത അങ്ങയുടെ നാമം ഞാൻ പാടിപ്പുകഴ്ത്തും. എനിക്ക് വേണ്ടി അങ്ങ് പകരം ചോദിച്ചു. അങ്ങ് നീതി നിർവഹിച്ചു. നീതിമാനായ വിധിയാള അങ്ങ് ന്യായാസനത്തിലിരിക്കുന്നു. അങ്ങ് ജനതകളെ ശാസിച്ചു, ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. എന്റെ വൈരികൾ വാളാൽ നശിച്ചു. അവരുടെ നഗരങ്ങൾ അങ്ങ് ഉന്മൂലനം ചെയ്തു.
അവരുടെ ഓർമ്മ പോലും ഇല്ലാതാക്കി. കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. ലോകത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിനും ജനതകളെ ന്യായവിധി ചെയ്യുന്നതിനുമായി സിംഹാസനം സജ്ജമാക്കിയിരിക്കുന്നു. കർത്താവ് ദരിദ്രരുടെ അഭയസങ്കേതവും ഞെരുക്കകാലത്ത് അവരുടെ സഹായകനുമാകുന്നു. അവിടുത്തെ നാമം അറിയുന്നവരെല്ലാം അവിടുന്ന് പ്രത്യാശയർപ്പിക്കും. കർത്താവേ, അങ്ങേ തേടുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. സിഹിയോനിൽ വസിക്കുന്ന കർത്താവിന് കീർത്തനങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ജനതകളെ അറിയിക്കുവിൻ. കർത്താവേ, കനിയണമേ. വൈരികൾ എന്നെ കീഴടക്കിയിരിക്കുന്നത് കാണണമേ. മരണകവാടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സിഹിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ഞാൻ വിവരിക്കും. അങ്ങ് നൽകിയ രക്ഷയിൽ ഞാൻ ആഹ്ലാദിക്കും. ജനതകൾ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു. അവർ വച്ച കെണിയിൽ അവരുടെ കാലുകൾ കുടുങ്ങി. കർത്താവിന്റെ ന്യായവിധികൾ അവിടുന്ന് വിളംബരം ചെയ്യുന്നു. സ്വന്തം ചേരികളിൽ ദുഷ്ടൻ കുടുങ്ങി പോകും. ദുഷ്ടരും ദൈവത്തെ മറക്കുന്നവരും ശിയോലിൽ പതിക്കും. പാവപ്പെട്ടവൻ നിത്യമായി വിസ്മരിക്കപ്പെടുകയില്ല. ദരിദ്രരുടെ പ്രത്യാശ ഒരിക്കലും വ്യക്തമാക്കുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. മനുഷ്യൻ അങ്ങേക്കെതിരെ പ്രബലനാകാതിരിക്കട്ടെ. ജനതകൾ തിരുസന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. അവർക്ക് ഒരു നിയമദാതാവിനെ നിയോഗിക്കണമേ. തങ്ങൾ കേവലം മനുഷ്യരാണെന്ന് ജനതകൾ അതുവഴി ബോധ്യമാകട്ടെ. കർത്താവേ, അങ്ങ് എന്തുകൊണ്ട് ദൂരെ നിൽക്കുന്നു? ഞങ്ങളുടെ കഷ്ടതയുടെ കാലങ്ങളിൽ അങ്ങ് മുഖം തിരിച്ചത് എന്തുകൊണ്ട്? ദുഷ്ടന്റെ അഹന്തയിൽ ദരിദ്രൻ ഞെരുങ്ങുന്നു. അധർമ്മികൾ നടത്തിയ ദുരാലോചനയിൽ അവർ തന്നെ പിടിക്കപ്പെടും. ദുഷ്ടൻ തന്റെ ദുരാശകളിൽ വമ്പ് പറയുന്നു. അധർമ്മി ദുഷ്ടതയിൽ തഴച്ചു വളരുന്നു. അവൻ കർത്താവിനെ കുപിതനാക്കുന്നു. അഹന്ത മൂലം അക്രമി ദൈവത്തെ തേടുന്നില്ല. അവന്റെ ചിന്തകളിലൊന്നും ദൈവത്തിന് സ്ഥാനമില്ല. അവന്റെ വഴികൾ എപ്പോഴും വികലമാണ്. അങ്ങയുടെ വിധി അവനെതിരെ ഉയർന്നിരിക്കുന്നു. എതിരാളികളെ എല്ലാം അവൻ നിന്ദിക്കുന്നു. ഒരു നാളും കുലുങ്ങുകയില്ലെന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. അവൻ തിന്മ വിചാരിക്കുന്നു. അവന്റെ വായിൽ ശാപം നിറഞ്ഞിരിക്കുന്നു. വഞ്ചനയും ദുഷ്ടതയും കാപട്യവും അവന്റെ നാവിലുണ്ട്. അവൻ കെണിയൊരുക്കി പതിയിരിക്കുന്നു. നീതിമാനെ ഒളിവിൽ നിഗ്രഹിക്കുന്നു. അവന്റെ കണ്ണുകൾ ദുർബലരെ നോട്ടമിടുന്നു. ദരിദ്രരെ വലിച്ചു പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു. അവൻ അപമാനിതനാകുകയും നിപതിക്കുകയും ചെയ്യും. അവന്റെ അസ്ഥികളിൽ രോഗങ്ങളും വേദനയും ഉണ്ടാകും. ദൈവമെല്ലാം മറന്നെന്നും മുഖം തിരിച്ചിരിക്കുകയാണെന്നും ഒരിക്കലും കാണുകയില്ലെന്നും ഹൃദയത്തിൽ അവൻ പറയുന്നു. എന്റെ ദൈവമായ കർത്താവേ, എഴുന്നേറ്റു കരമുയർത്തണമേ. ദുർബലനെ അങ്ങ് ഒരിക്കലും മറക്കരുതേ. അഗതി അങ്ങയുടെ പക്കൽ അഭയം തേടുന്നു. അനാഥന് അങ്ങ് സഹായകനാണല്ലോ. പാപിയുടെയും ദുഷ്ടന്റെയും കരബലം തകർക്കണമേ. അവരുടെ പാപങ്ങൾക്ക് അങ്ങ് അറുതി വരുത്തണമേ. കർത്താവിനെയും രാജാവാകുന്നു. അവിടുത്തെ ദേശത്ത് അവിശ്വാസികളില്ലാതായി. കർത്താവേ, ദരിദ്രരുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. അവരുടെ ഹൃദയ സന്നദ്ധത കണക്കിലെടുക്കണമേ. മനുഷ്യർ വീണ്ടും നശിക്കാതിരിക്കാൻ അനാഥർക്കും അഗതികൾക്കും നീതി നടത്തി കൊടുക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ അധരത്തിൽ നിന്ന് അങ്ങയുടെ വചനം ഒഴുകട്ടെ. മർത്യകുലത്തിൻ രക്ഷയ്ക്കായി മഹിയിൽ വന്നവൻ ഈശോയെ, തിരുസഭ നിൻ സ്തുതി പാടുന്നു. അഖില ജഗത്തിനും എന്നാളും
നിന്നുടെ വലുതാം കൃപയാലെ അവളുടെ കാഹളം ഉയരുന്നു. ജീവൻ പകരും വചനങ്ങൾ ഉദ്ഘോഷിക്കുന്നവളെങ്ങും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നാഥ, നിൻ തിരുരക്തത്താൽ പാവനമാകും സ്ലീവായാൽ രക്ഷിതരായിടും അജവൃന്ദം സഭയിൽ നിൻ സ്തുതി പാടുന്നു. തലമുറ തോറും തവ നാമം ഏറ്റുപറഞ്ഞ മർത്യഗണം മഹിത പ്രഭയാൽ ശോഭിതമാം സഭയിൽ നിന്നെ നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തിരുസഭയോടൊത്തെന്നാളും സ്തുതിഗീതങ്ങൾ പാടിയിടാൻ തിന്മകളേശാതനുനിമിഷം സഭതൻ സുതരെ കാക്കേണം. ഭയഭക്ത്യാദരവോടെന്നും കർത്താവേ നിൻ ദൈവത്വം ഏറ്റുപറഞ്ഞു നമിച്ചിടാൻ അർഹത ഞങ്ങൾ കേകണം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരെ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹനമാ സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങേ വാഴ്ത്തിടാം. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാൽ നീ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൻ ശ്രീഹായ മാർത്തോമായെ ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ, നിൻ പ്രിയരാ ദിവ്യമാരും സാക്ഷികളും ശ്ലീഹന്മാരും പ്രേഷിതരും മൽപാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കാം. സൽക്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാം. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാം. യോഗ്യത ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. മനുഷ്യരുടെ മുൻപിൽ അങ്ങ് ആശ്രയിക്കുന്ന ഭക്തർക്കായി അങ്ങ് സൂക്ഷിച്ചിരിക്കുന്ന കൃപ എത്ര വലുതാകുന്നു. മനുഷ്യരുടെ ഉപജാപങ്ങളിൽ നിന്ന് തിരുമുഖത്തിന്റെ മറവിൽ അങ്ങ് അവരെ ഒളിപ്പിക്കുന്നു. കലഹത്തിൽ നിന്ന് അങ്ങയുടെ നിഴലിൽ അങ്ങ് അവരെ മറയ്ക്കുന്നു. സുശക്തമായ പട്ടണത്തിൽ തനിക്കായി പ്രബലരെ തിരഞ്ഞെടുത്ത കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹത്തിരവിൽ തന്റെ മഹത്വം മർത്യനു കാട്ടിയ നാഥനെ വാഴ്ത്താം. മണ്ണിൽ നിന്നൊരുവാക്കിയ നരനെ ആത്മാവേകി അലങ്കൃതനാക്കി. മൃത്യുവിലമരം മുമ്പു നമുക്കാം നാഥന് സ്തോത്രം പാടി നമിക്കാം. രാത്രിയിലോർക്കുക സമുചിതമല്ലോ അധരപുടത്തെ പൂട്ടും ഹൃദയെ. ദുഷ്ടരിഹത്തിൽ ജീവിക്കുകയും ദൈവസമക്ഷം മൃതരാണെന്നും നാഥനെ വാഴ്ത്തിയ നീതിയെഴുന്നോ. മൃതരെന്നാലും ജീവിക്കുന്നു. ലോകാന്തം വന്നെത്തിയിടുമ്പോൾ നാഥൻ ദർശന ഭാഗ്യം നൽകും. താതനും അതുപോൽ സുതനും പാവനം റുഹായ്ക്കും സ്തുതി എന്നും ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എന്നെ പോലെ ആകുവിൻ. ഞാൻ തന്നെയും നിങ്ങളെ പോലെയാണല്ലോ. നിങ്ങൾ എന്നോട് ഒരു തെറ്റും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. മറിച്ച് എന്നെ ഒരു ദേവദൂതനെ പോലെ, ഈശോ മിശിഹായെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ എവിടെ? സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്തു തരുമായിരുന്നെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായിരുന്നു. അവർ നിങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്നത് സദുദ്ദേശത്തോടെയല്ല, മറിച്ച് അവരിൽ നിങ്ങൾ ശുഷ്കാന്തി കാണിക്കേണ്ടതിന് നിങ്ങളെ അടർത്തിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നതിനാലാണ്. നല്ല കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുക എന്നത് ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. എൻ്റെ മക്കളെ, മിശിഹ നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങളെ കുറിച്ച് ഞാൻ പര്യാകുലനാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസ്രഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും അതിരൂപതാധ്യക്ഷനുമായ മാർ യൗസേപ്പ് മെത്രാപ്പോലിത്തായെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ
അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കം. ആമേൻ.